നമസ്കാരം. ഹൈപ്രബ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഫൈലം പോറിഫെറയാണ്. ഫൈലം പോറിഫെറ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക് അല്ലേ? ആനിമൽ കിങ്ഡത്തിനെ നമുക്കറിയാം, ആനിമൽ കിങ്ഡത്തിനെ കുറച്ച് ഫൈലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? കുറച്ച് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഫൈല അല്ലെങ്കിൽ ഫൈലം എന്ന് പറയാം. അപ്പൊ അതിൽ വരുന്ന ആൾക്കാരാണ് പോറിഫെറ, ഫൈലം പോറിഫെറ, ഫൈലം നിഡേറിയ അല്ലെ, ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്, നെമറ്റോഡ, അനിലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമേറ്റ, കോഡേറ്റ. ഈ പേരുകളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും അല്ലെ? അപ്പൊ അതില് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈലം പോറിഫെറയെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സെഷൻ, പക്ഷെ വളരെ ഈസിയുമാണ്. കാരണം ഇതുപോലുള്ള ആനിമൽസിനെ കുറിച്ച് അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കൊണ്ട് വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? അപ്പൊ ഇന്ന് നമുക്ക് ഫൈലം പോറിഫെറയെ കുറിച്ച് നോക്കാം. അപ്പൊ നോക്കിയേ, നേരെ നമുക്ക് അതിന്റെ പെക്യൂലിയാരിറ്റീസിലേക്ക് പോകാം. സ്പോഞ്ചസ് ആർ ദ സിംപ്ലസ്റ്റ് മൾട്ടി സെല്ലുലാർ ആനിമൽസ്. സ്പോഞ്ചസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫൈലം പോറിഫെറയിൽ വരുന്ന മേജർ ഓർഗാനിസംസ് സ്പോഞ്ചസ്, അവരെ സ്പോഞ്ചസ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ? അപ്പൊ അവരെന്ന് പറയുന്നത് വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ആനിമൽസ് ആണ് സ്പോഞ്ചസ്. എ സ്പോഞ്ച് ബോഡി ഈസ് ആൻ അസംബ്ലേജ് ഓഫ് cells embedded in a gelatinous matrix and supported by a skeleton of minute needle-like spicules and protein. ഈ സ്പോഞ്ചിന്റെ ബോഡി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ആനിമൽസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി എന്ന് പറയുന്നത് ജസ്റ്റ് അസംബ്ലേജ് ഓഫ് സെൽസ് ആണ്. സെല്ലുകളുടെ കുറച്ചൊരു അറേഞ്ച്മെന്റ്, അതിനെയാണ് നമ്മൾ അതിന്റെ ആ ബോഡി ആയിട്ട് കണക്കാക്കുന്നത്. ഈ സെൽസ് എവിടെയാ കാണുന്നത്? സ്പ്ലിറ്റ് ചെയ്ത് സ്കാറ്റർ ചെയ്ത് കിടക്കുവാണോ? അല്ല. ദീസ് സെൽസ് ആർ എംബഡഡ് ഇൻ എ ജെലാറ്റിനസ് മാട്രിക്സ്. ഒരു ജെലാറ്റിനസ് മാട്രിക്സിലാണ് ഇവരെ എംബഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് സപ്പോർട്ടഡ് ബൈ എ സ്കെലിട്ടൺ. അവർക്കും ഒരു സ്കെലിട്ടൺ ഉണ്ട് കേട്ടോ. എന്ത് സ്കെലിട്ടണാ? ദി സ്കെലിട്ടൺ ഓഫ് മൈന്യൂട്ട് നീഡിൽ ലൈക്ക് സ്പിക്യൂൾസ്. ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഏത് ഫൈലത്തിലാണ് ഈ സ്പിക്യൂൾസ് കാണുന്നത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ പെട്ടെന്ന് ഓർത്ത് വെക്കുക, നമ്മുടെ സ്പോഞ്ചസിന്റെ സ്കെലിട്ടൺ ഇറ്റ്സ് ലൈക്ക് സ്പിക്യൂൾസ് ആൻഡ് പ്രോട്ടീൻ. നീഡിൽ ലൈക്ക് സ്പിക്യൂൾസ് ആൻഡ് പ്രോട്ടീൻ വെച്ചിട്ടാണ് നമ്മുടെ ഈ ജെലാറ്റിനസ് മാട്രിക്സിൽ ഈ സെൽസ് എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാം. ഇവരുടെ ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓർത്ത് വെക്കുക കേട്ടോ. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് നമ്മുടെ സ്പോഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ സ്പോഞ്ചസ് ആർ ദ സിംപ്ലസ്റ്റ് മൾട്ടി സെല്ലുലാർ ആനിമൽസ് ആൻഡ് എ സ്പോഞ്ച് ബോഡി ഈസ് ആൻ അസംബ്ലേജ് ഓഫ് സെൽസ് എംബഡഡ് ഇൻ എ ജെലാറ്റിനസ് മാട്രിക്സ് ആൻഡ് സപ്പോർട്ടഡ് ബൈ എ സ്കെൽട്ടൺ ഓഫ് മൈന്യൂട്ട് നീഡിൽ ലൈക്ക് സ്പിക്യൂൾസ് ആൻഡ് പ്രോട്ടീൻ. സ്പിക്യൂൾസ് ഓർക്കുമല്ലോ അല്ലെ? അത് മാത്രമല്ല സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനുമാണ്. അടുത്ത പോയിന്റിലേക്ക് പോവാം. സ്പോഞ്ചസ് ബിലോങ് ടു ദ ഫൈലം പോറിഫെറ. നമുക്കറിയാം പോറിഫെറയിൽ വരുന്ന ഓർഗാനിസത്തെയാണ് നമ്മൾ സ്പോഞ്ചസ് എന്ന് പറയാം അല്ലെ? വൈ ഇറ്റ് ഈസ് കോൾഡ് പോറിഫെറ? എന്തുകൊണ്ടാണ് നമ്മൾ പോറിഫെറ എന്ന് പറയുന്നത്? പോറിഫെറ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. പോറസ് പ്ലസ് ഫെറ അല്ലെ? പോറസ് മീൻസ് പോസ് അറിയായിരിക്കുമല്ലോ അല്ലെ? ഫെറ മീൻസ് ബെയറിംഗ്. പോസ് ഉള്ളത് അല്ലെങ്കിൽ പോ ബെയറിംഗ് എന്നുള്ളതാണ് ഈ പോറിഫെറയുടെ വേർഡ് മീനിങ്. ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ്, അത് മറക്കണ്ട. They have numerous tiny spores and canals forming a filter feeding system that is very 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 important. വളരെ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നതാണ് ഈ ഒരു ഫിൽറ്റർ ഫീഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇതിന് ഫിൽറ്റർ ഫീഡിംഗ് സിസ്റ്റം ഉണ്ടെന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു അതിന്റെ ബോഡിയിൽ ഒരുപാട് ടൈനി പോസ് ഉണ്ട് അല്ലെ? പോസ് മാത്രമല്ല ടൈനി കനാൽസും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരെ ഫിൽറ്റർ ഫീഡിംഗ് സിസ്റ്റം ഉള്ള ആനിമൽസ് അല്ലെങ്കിൽ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിൽറ്റർ ഫീഡിംഗ് സിസ്റ്റം ഉള്ളത് ആർക്കാ ഉള്ള? ഫൈലം പോറിഫെറയ്ക്കാണ്. ദിസ് സിസ്റ്റം സ്യൂട്ട്സ് ദെയർ ഇനാക്റ്റീവ് ലൈഫ് സ്റ്റൈൽ. അപ്പൊ ഈ ഫിൽറ്റർ ഫീഡിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ അവർ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ സെസൈൽ എന്ന് പറയും. സെസൈൽ എന്താ? സെസൈൽ വേർഡ് മീനിങ് അറിയോ? സെസൈൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന വേർഡാണ്. എന്താ സെസൈൽ? Sponges are sessile animals, meaning they are attached to surface and do not move. നമ്മുടെ പ്ലാന്റ്സിനെ ഒക്കെ പോലെ
അവര് സർഫസിൽ അറ്റാച്ച് ചെയ്തിരിക്കും, അവര് മൂവ് ചെയ്യില്ല. അപ്പൊ ആ ഒരു പെക്യുലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതും ഈ ഫിൽറ്റർ ഫീഡിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. അവർക്ക് മൂവ് ചെയ്ത് വേറെ ഒരിടത്ത് പോയി അതിന്റെ പ്രേ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഫുഡിനെ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ, ഫിൽറ്റർ ഫീഡിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട്. പോസിലൂടെയും കനാൽസിലൂടെയും നമ്മുടെ വാട്ടർ കയറി ഇറങ്ങുമ്പോൾ അതിന്റെ അകത്തുകൂടി വരുന്ന ഫുഡ് അതിന് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ അല്ലെ ഫിൽറ്റർ ഫീഡിംഗ് സിസ്റ്റം. ആ വേർഡിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത് നോക്കിയേ, ദേ ഡിപ്പെൻഡ് ഓൺ വാട്ടർ കറന്റ്സ് ടു ബ്രിങ് ഇൻ ഫുഡ് ആൻഡ് ഓക്സിജൻ ആൻഡ് റിമൂവ് വേസ്റ്റ്. എന്തിനാണ് ഇവര് വാട്ടർ കറന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന് അവരുടെ ഫുഡ് ഉള്ളിലേക്ക് കയറണം അല്ലെ, ഫുഡ് ആ ഫിൽറ്റർ ഫീഡിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് ആ ഫുഡ് ഇൻടേക്ക് ചെയ്യണം, ഫുഡ് അകത്തേക്ക് കയറണം, അതിന് വാട്ടർ കറന്റ് വേണം. പിന്നെ ഉള്ളത് ഓക്സിജൻ അല്ലെ, അവർക്ക് റെസ്പയർ ചെയ്യാനായിട്ട് ഓക്സിജൻ, സെൽസിന് റെസ്പിറേഷൻ നടത്താനായിട്ട് ഓക്സിജൻ അത്യാവശ്യമാണ്. അപ്പൊ അതും വാട്ടർ കറന്റ് വഴിയാണ് അതിന് ലഭിക്കുന്നത്. ദെൻ റിമൂവ് വേസ്റ്റ്, അതിന്റെ ബോഡിയിൽ നമ്മൾ ഫുഡ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് മെറ്റീരിയൽ എന്തായാലും ഉണ്ടാവും അല്ലെ, മെറ്റബോളിസം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അതിനെ റിമൂവ് ചെയ്യണം. വേസ്റ്റ് മെറ്റീരിയൽസിന് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിലും ഈ ഒരു വാട്ടർ കറന്റ്, ബോഡിയിൽ കൂടി വെള്ളം കയറി ഇറങ്ങുമ്പോഴാണ് ആ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതും അതുപോലെ ഫുഡ് ബ്രിങ് ചെയ്യണതും ഓക്സിജൻ ഉള്ളിലേക്ക് കയറ്റുന്നതും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് നോർമലി സ്പോഞ്ചസിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാം. നോക്കിക്കേ, മാസസ് ഓഫ് സെൽസ് എംബഡഡ് ഇൻ എ ജെലാറ്റിനസ് മാട്രിക്സ്. അത് നമ്മൾ പറഞ്ഞതാ അല്ലെ, മാസസ് ഓഫ് ഒരുപാട് മാസ് ആയിട്ടുള്ള സെൽസ് അല്ലെ, ഒരുപാട് സെൽസ് നമ്മുടെ ജെലാറ്റിനസ് മാട്രിക്സിൽ എംബഡ് ചെയ്തിട്ടുണ്ട്. എ സ്കെൽട്ടൺ മെയ്ഡ് ഓഫ് മൈന്യൂട്ട് സ്പിക്യൂൾസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സ്കെൽട്ടൺ ഉണ്ടാക്കിയിരിക്കുന്നത് നീഡിൽ ലൈക്ക് മൈന്യൂട്ട് സ്പിക്യൂൾസ് വഴിയാണ്. സ്പിക്യൂൾസ് എന്നാണ് അതിന്റെ സ്കെൽട്ടനെ പറയുക അല്ലെ. അപ്പൊ അത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഓർ സിലിക്ക ആൻഡ് കൊളാജൻ. മനസ്സിലാവുന്നുണ്ടോ? അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ സ്കെൽട്ടൺ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പിക്യൂൾസും കൊളാജനും യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ഈ സ്പിക്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ സിലിക്ക യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ അല്ലേ? ദെൻ ഇനി ഒരു പോയിന്റ് നോക്കിയേ, സ്പോഞ്ചസ് ലാക്ക്. സ്പോഞ്ചസിന് എന്തില്ല എന്നാണ് അവർ പറയുന്നത്. സ്പോഞ്ചസിന് എന്താ ഇല്ലാത്ത? അത് ലാക്ക് ചെയ്യുന്നത് ഓർഗൻസ് ആണ് അല്ലെ. They lack organs and tissues. They lack organs and tissues. ഓർഗൻസും ട്രൂ ടിഷ്യൂസും എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അതൊരു സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതൊരു ടിഷ്യൂ ലെവലിലേക്കോ ഓർഗൻ ലെവലിലേക്കോ ഓർഗൻ സിസ്റ്റം ലെവലിലേക്കോ വരാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. Then their cells have a degree of independence from one another. ഇപ്പം നമ്മുടെ ഒരു ടിഷ്യൂ ആണെങ്കിൽ നമുക്ക് പറയാം ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയാം അല്ലെ. അങ്ങനെയാണെങ്കിലാണ് ഒരു ടിഷ്യൂ നമ്മൾ പറയാം. പക്ഷെ ഇവിടെ അതില്ലാത്തത് കൊണ്ട് ഓരോ സെല്ലും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? Their cells have a degree of independence from one another. ഒന്നിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കാം ചെയ്യുന്നത്. Due to their stationary nature, they have no nervous system. അപ്പൊ അവര് മൂവ് ചെയ്യുന്നില്ല, പ്ലാന്റ്സിനെ പോലെ മൂവ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് അധികം അവർക്ക് ബ്രെയിൻ യൂസ് ചെയ്ത് ചെയ്യേണ്ട വർക്ക് ഒന്നും ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നെർവസ് സിസ്റ്റം ഇല്ല. ആൻഡ് ദേ ലാക്ക് സെൻസ് ഓർഗൻസ്. സെൻസ് ചെയ്യാനായിട്ടും അവർ മൂവ് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ലേ കൂടുതൽ സെൻസ് ഓർഗൻസിന്റെ ആവശ്യം. അതുകൊണ്ട് അവർക്ക് നെർവസ് സിസ്റ്റവും ഇല്ല, സെൻസ് ഓർഗനും ഇല്ല. They possess only simple contractile elements. Contractile elements സെല്ലിനകത്തുള്ള contractile elements നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ സിമ്പിൾ കോൺട്രാക്റ്റൈൽ എലമെന്റ്സ് മാത്രമാണ് അവർക്കുള്ളത്. അടുത്ത നോക്കിയേ, size of sponges ranges from a few millimeters to large ones like the longer head sponge which can reach 2 meters or more in width. നോക്കിയേ, സൈസ് എന്ന് പറയുന്നത് ഫ്യൂ മില്ലിമീറ്റേഴ്സ് അല്ലെ. മില്ലിമീറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം എത്രയാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഫ്യൂ മില്ലിമീറ്റേഴ്സിന്റെ അത്രയും വലിപ്പമുള്ളതും അതുപോലെ ലോങ്ങർ ഹെഡ് സ്പോഞ്ച് അതായത് ഒരു 2 മീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിട്ട് വരുന്ന സ്പോഞ്ചസും ഉണ്ട് നമ്മുടെ കടലിൽ മറൈൻ എക്കോസിസ്റ്റത്തിലൊക്കെ. മെനി സ്പോഞ്ചസ് ആർ ബ്രൈറ്റ്ലി കളേർഡ് ഡ്യൂ ടു പിഗ്മെന്റ്സ് ഇൻ ദിയർ ഡെർമൽ സെൽസ്. ഇപ്പൊ നോക്കിയേ, നമ്മൾ കാണുന്ന സ്പോഞ്ചസിനെല്ലാം കളർ ഉണ്ടാവും അല്ലെ, നല്ല ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കും. അത് കാരണം എന്താ? അവരുടെ ഡെർമൽ സെൽസ് എന്ന് പറയുമ്പോൾ
സ്കിൻ ഭാഗത്ത് വരുന്ന സെല്ലുകളെയാണ്, പുറം ഭാഗത്ത് വരുന്ന സെല്ലുകളെയാണ് നമ്മൾ ഡെർമൽ സെൽസ് എന്ന് പറയാം അല്ലെ. അപ്പൊ അവിടെയുള്ള പിഗ്മെന്റ്സിന്റെ പ്രസൻസ് കാരണമാണ് അവര് ബ്രൈറ്റ്ലി കളേർഡ് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ കളർ തോന്നിക്കുന്നത്. കോമൺ സ്പോഞ്ച് കളർ ഇൻക്ലൂഡ് റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പേർപ്പിൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന സ്പോഞ്ചസിന്റെ കളേഴ്സ് എന്ന് പറയുന്നത്. കളർ ഫേഡ്സ് ക്വിക്ലി വൺസ് സ്പോഞ്ചസ് ആർ റിമൂവ്ഡ് ഫ്രം വാട്ടർ. അത് ശരിയല്ലേ? നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സ്പോഞ്ചസിന്റെ സ്പിക്യൂൾസ് അവശിഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പം കടലിനൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലാബിൽ കണ്ടിട്ടുണ്ടാവും. സുവോളജി ലാബിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതൊന്നും വളരെ കളർഫുൾ അല്ല. അതെന്തുകൊണ്ടാ? നമ്മൾ ഈ സാധനം, ഈ ഒരു സ്പോഞ്ച് നമ്മൾ കടലിന്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇതിന്റെ കളർ അങ്ങ് ഫെയ്ഡ് ആയിപ്പോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പിന്നീട് നമ്മളത് ലാബിലൊക്കെ വെക്കുന്ന സമയത്ത് കളർഫുൾ ആയിരിക്കില്ല അല്ലെ, ഒരു വൈറ്റ് കളർ ഒക്കെ ആയിരിക്കും. സം സ്പോഞ്ചസ് ഇൻക്ലൂഡിംഗ് ദ സിംപ്ലസ്റ്റ് ഫോംസ് ആർ റേഡിയലി സിമെട്രിക്കൽ. അതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. സിമെട്രി നിങ്ങൾ പഠിക്കും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. പലതരത്തിലുള്ള സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി, റേഡിയൽ സിമെട്രി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇവിടെ സ്പോഞ്ചസ് എന്ന് പറയുന്നത് മിക്കവാറും ഫോംസ് റേഡിയൽ സിമെട്രി ആയിരിക്കും. എന്താണ് റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്? വി ഗെറ്റ് 2 ഈക്വൽ ഹാഫ്സ്, 2 ഈക്വൽ ഹാഫ്സ് കിട്ടും. എപ്പോഴാ? സ്പോഞ്ചിന്റെ ബോഡി എടുക്കുമ്പോൾ അതിന്റെ സെന്റർ പാർട്ട് ഇതല്ലേ, സെന്റർ പോയിന്റ്. അപ്പൊ അത് വഴി പാസ് ചെയ്ത് ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റേഡിയൽ സിമെട്രി എന്ന് പറയാ. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എന്താ, സ്റ്റാർ ഫിഷ് ഒക്കെ, എക്കിനോഡെർമേറ്റയിൽ വരുന്ന സ്റ്റാർ ഫിഷ് ഒക്കെ റേഡിയൽ സിമെട്രി ആണ് അല്ലെ. നമ്മൾ ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും എന്താ 2 ഈക്വൽ ഹാഫ്സ് കിട്ടും. അപ്പൊ സം സ്പോഞ്ചസ് ആർ റേഡിയലി സിമെട്രിക്കൽ, ചിലത് റേഡിയലലി സിമെട്രിക്കൽ ആണ്. അത് സിംപ്ലസ്റ്റ് ഫോംസ് ആണ് മോസ്റ്റ്ലി അങ്ങനെ റേഡിയൽ സിമെട്രി വരുന്നത്. മെനി ആർ ഇറഗുലർ ഇൻ ഷേപ്പ്. ശരിയല്ലേ? കുറെ ഒന്നും ഷേപ്പ് ഉണ്ടാവാതെ എങ്ങനെയൊക്കെ ഇരിക്കുന്നതായിരിക്കും അല്ലെ. ചിലത് മാത്രമാണ് നമുക്ക് റേഡിയൽ സിമെട്രി ആയിട്ട് കിട്ടുന്നത്. ആൻഡ് സം ആർ ഇറക്റ്റ്. ചിലത് എങ്ങനെയാ? ഇറക്റ്റ്, ഇതുപോലെ ഇങ്ങനെ ഇറക്റ്റ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കും. സം ആർ ബ്രാഞ്ച്ഡ് ആയിരിക്കും, ചിലത് ബ്രാഞ്ച്ഡ് ആയിരിക്കും. ഓർ ലോബ്ഡ് ആയിരിക്കും, ചിലത് ലോബ്സ് ഉള്ളതായിരിക്കും. Others are low or encrusting, അല്ലെങ്കിൽ സ്പ്രെഡ് ഫ്ലാറ്റ് ഓവർ സർഫസസ്. ഈ റോക്കിന്റെ പുറത്തൊക്കെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട്, ലോ ആയിട്ട്, എൻക്രസ്റ്റഡ് ആയിട്ട് കാണുന്ന ടൈപ്പ് ഉണ്ടാവും. സം സ്പോഞ്ചസ് ക്യാൻ ബോർ ഹോൾസ് ഇൻ ടു ഷെൽസ് ഓർ റോക്സ്. ചില സ്പോഞ്ചസിന് ഈ എന്താ റോക്കിലൊക്കെ ഉള്ള ഹോൾസിൽ ഇങ്ങനെ ബോർ ചെയ്ത് പോകാനും അല്ലെങ്കിൽ ഷെല്ലിലൊക്കെ ബോർ ചെയ്ത് പോകാനും ഒക്കെ ആയിട്ടുള്ള കഴിവുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇതിന്റെ ബേസിക് ആയിട്ടുള്ള അതിന്റെ നേച്ചർ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ഓക്കെ, നമുക്കറിയാം ഈ സ്പോഞ്ചസിൽ തന്നെ അല്ലെങ്കിൽ ഫൈലം പോറിഫറയിൽ തന്നെ ഡിഫറെന്റ് ക്ലാസസ് അല്ലെങ്കിൽ ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട് അല്ലെ, ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. നോക്കി ഏതൊക്കെയാ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ എന്ന്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു പോർഷൻ. കാണാതെ പഠിക്കുക. നിങ്ങൾ ചിലപ്പോൾ +2 ലെവലിൽ ഈ ഒരു കാര്യം, ഈ ഒരു ഡിവിഷൻ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പല മത്സര പരീക്ഷകളിലും ഈ ഒരു ഡിവിഷനും അതിന്റെ എക്സാമ്പിൾസും ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കാം. കാൽക്കേറിയ ഫസ്റ്റ് ഗ്രൂപ്പാണ് കാൽക്കേറിയ. രണ്ടാമത്തത് ഹെക്സാക്റ്റിനെല്ലിഡ. മൂന്നാമത്തത് ഡെമോസ്പോഞ്ചിയ. ഓക്കെ അല്ലേ? ഡെമോസ്പോഞ്ചിയ ഓർ ഡെമോസ്പോഞ്ചിയെ. കാൽക്കേറിയ, ഹെക്സാക്റ്റിനെല്ലിഡ, ഡെമോസ്പോഞ്ചിയെ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് വൺ നോക്കിയേ, കാൽക്കേറിയ. ഹാവ് കാൽക്കേരിയസ് സ്പിക്യൂൾസ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ ഡിവൈഡ് ചെയ്തേക്കുന്നേ? അതിന്റെ സ്പിക്യൂൾസ് നമ്മൾ പറഞ്ഞു, അതിന്റെ ബോഡി മെയ്ഡ് ചെയ്തിരിക്കുന്നത് സ്കെൽട്ടന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അല്ലെ. അത് സ്കെൽട്ടൻ എന്ന് പറയുന്നത് സ്പിക്യൂൾസ് എന്ന് പറയുന്ന സാധനമാണ് അവർ സ്കെൽട്ടൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആ സ്പിക്യൂൾസ് നമ്മൾ നേരത്തെ പഠിച്ചു, കാൽഷ്യം കാർബണേറ്റ് വെച്ചോ അല്ലെങ്കിൽ സിലിക്കൺ യൂസ് ചെയ്തിട്ടോ ആണ് ഈ സ്പിക്യൂൾസ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അതില് കാൽഷ്യം കാർബണേറ്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ മെയ്ഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ എന്ത് പറയും? കാൽക്കേറിയ ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ കാൽക്കേറിയയിൽ വരുന്ന എല്ലാ സ്പോഞ്ചസിന്റെയും സ്പിക്യൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ കാൽക്കേരിയസ് സ്പിക്യൂൾസ് ആണ് അവർക്കുള്ളത്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ, ഹെക്സാക്റ്റിനെല്ലിഡ. ഹാവ് 6 റെയ്ഡ് സിലിക്കസ്
സ്പിക്യൂൾസ്. അപ്പൊ ഇവിടെ ഉള്ളത് സിലിക്കസ് സ്പിക്യൂൾസ് ആണ്. അത് 6 റെയ്ഡ് ആണ്. അതങ്ങനെ പഠിച്ചിരിക്കുക. ഓക്കെ, ഹെക്സാക്റ്റിനെല്ലഡ ആ പേര് വന്നത് അങ്ങനെയാണ് കേട്ടോ. ഹെക്സാൻ മീൻസ് 6 അല്ലേ. അപ്പൊ 6 റെയ്ഡ് സിലിക്കസ് സ്പിക്യൂൾസ്. അതിന് സ്പിക്യൂൾസിന്റെ ഷേപ്പ് ആണ് കേട്ടോ ആ 6 റേസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഹെക്സാക്റ്റിനെല്ലിടയ്ക്കുള്ള ആ ഒരു സ്കെൽറ്റൽ സിസ്റ്റം, സ്കെൽറ്റൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയ ഡെമോസ്പോഞ്ചിയ ഹാവ് സ്കെൽട്ടൺസ് മെയ്ഡ് ഓഫ് സിലിക്കസ് സ്പിക്യൂൾസ് ഓർ സ്പോഞ്ചിൻ. അത് ഓർക്കുക കേട്ടോ. ഒരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് കൊളാജിൻ ആണ് ഈ സ്പോഞ്ചിൻ എന്ന് പറയുന്നത്. അതും മറക്കരുത്. അപ്പൊ ഒന്നാമത്തെ കാൽക്കേരിയ കാൽഷ്യം കാർബണേറ്റും ഹെക്സാക്റ്റിനെല്ലിഡ സിലിക്കയും. ഡെമോസ്പോഞ്ചിയ വന്നിട്ട് ലാസ്റ്റ് വൺ വന്നിട്ട് സിലിക്കസ് സ്പിക്യൂൾസ് ആവാം അല്ലെങ്കിൽ സ്പോഞ്ചിൻ. സ്പോഞ്ചിൻ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് കൊളാജിൻ ആണ്, അല്ലെങ്കിൽ ഇത് രണ്ടും ബോത്ത്. അപ്പൊ അത് വളരെ കൺഫ്യൂസിങ് ആണ് അല്ലെ. അപ്പൊ ഡെമോസ്പോഞ്ചിയക്കാണ് ഈ രണ്ടും വരുന്നത് എന്നുള്ളതൊന്ന് ഓർക്കുക കേട്ടോ. സ്പോഞ്ചിനോ അല്ലെങ്കിൽ സിലിക്കസ് സ്പിക്യൂൾസോ ആവാം, അല്ലെങ്കിൽ ഇത് രണ്ടും വരാം. ഓക്കെ അല്ലേ. അപ്പൊ ഏതൊക്കെയാ 3 ഡിവിഷൻ എന്ന് പറയുന്നത്? സ്പോഞ്ചസിന്റെ കാൽക്കേരിയ, ഹെക്സാക്റ്റിനെല്ലിഡ, ഡെമോസ്പോഞ്ചിയ. ദെൻ 4th ക്ലാസ് ഉണ്ട്. എന്താ 4th ക്ലാസ് എന്ന് പറയുന്നത്? സ്ക്ലീറോസ്പോഞ്ചിയ. അപ്പൊ അത് നോർമലി ഈ ഒരു ഡിവിഷൻ വരുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ കാണുന്നില്ല. അപ്പൊ ഈ സ്ക്ലീറോസ്പോഞ്ചിയ 4ാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് വാസ് പ്രൊപ്പോസ്ഡ് ടു ഇൻക്ലൂഡ് സ്പോഞ്ചസ് വിത്ത് മാസീവ് കാൽക്കേരിയസ് സ്കെൽട്ടൺ. കാൽക്കേരിയസ് സ്കെൽട്ടൺ തന്നെയാണ്, പക്ഷെ അതൊരു മാസീവ് ഫോമിൽ, മാസീവ് കാൽക്കേരിയസ് സ്കെൽട്ടൺ ഉണ്ടെങ്കിൽ ആൻഡ് സിലിക്കസ് സ്പിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ക്ലീറോസ്പോഞ്ചിയ എന്ന് പറയാം, മാസീവ് ആയിട്ട്. Some zoologists argue that sclerospongia can be grouped into existing classes calcarea or demospongia. അപ്പൊ ചില zoologist പറയുന്നത് ഇത് എന്തായാലും ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നുകിൽ കാൽക്കേരിയസ് സ്കെൽട്ടൺ വെച്ചിട്ടോ സിലിക്കസ് സ്പിക്യൂൾസ് വെച്ചിട്ടോ ആയിരിക്കാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിനെ കാൽക്കേരിയയിലോ ഡെമോസ്പോഞ്ചിയയിലോ ഇൻക്ലൂഡ് ചെയ്യാം എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ പ്രധാനമായിട്ടും കാൽക്കേരിയ, ഹെക്സാക്റ്റിനെല്ലിഡ, ഡെമോസ്പോഞ്ചിയ ആണ് ഉള്ളത്. ഇനി ഒരു 4th ക്ലാസ്സിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് സ്ക്ലീറോസ്പോഞ്ചിയ. അപ്പൊ അതില് കാൽക്കേരിയസ് സ്കെൽട്ടൺ വരാം, ബട്ട് ഇറ്റ് ഇസ് മാസീവ് കാൽക്കേരിയസ് സ്കെൽട്ടൺ ആൻഡ് സിലിക്കസ് സ്പിക്യൂൾ. ഓക്കെ അല്ലെ. ഇത് രണ്ടും വരുന്നത് മോളിലൊന്നും പറഞ്ഞില്ലല്ലോ. കാൽക്കേരിയസ് സ്കെൽട്ടണും സിലിക്കസ് സ്പിക്യൂൾസും ഒരുമിച്ച് വരുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. അല്ല, ഇത് സെപ്പറേറ്റ് ആണ് വരുന്നതെങ്കിൽ നമുക്കതിനെ കാൽക്കേരിയയിലോ അല്ലെങ്കിൽ ഡെമോസ്പോഞ്ചിയയിലോ ഇൻക്ലൂഡ് ചെയ്യാം എന്നാണ് പറയുന്നത് ചില സുവോളജിസ്റ്റുകൾ. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഇങ്ങനെ ഒരു സാധനം 4th ക്ലാസ് കൂടി ഉണ്ട് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. അടുത്ത നോക്കിയേ. There are over 5,000 sponge species with the most being marine. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പറഞ്ഞു. അപ്പൊ ഇത് ഈ സ്പോഞ്ച് സ്പീഷീസ് ഏകദേശം 5000-ഓളം സ്പോഞ്ച് സ്പീഷീസുകളുണ്ട്. വിത്ത് മോസ്റ്റ് ബി മറൈൻ, ഏറ്റവും കൂടുതലും മറൈൻ എൻവയോൺമെന്റിലാണ് ഇത് കാണപ്പെടുന്നത്. അറൌണ്ട് 150 സ്പീഷീസ് ആർ ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ. അപ്പൊ ഫ്രഷ് വാട്ടറിൽ കാണുന്നത് ഏകദേശം 180-ഓളം സ്പീഷീസുകൾ മാത്രമാണ്. മറൈൻ സ്പോഞ്ചസ് ആർ ഫൗണ്ട് ഇൻ ഓൾ സീസ് ആൻഡ് ഓൾ ഡെപ്ത്. അപ്പൊ എല്ലാ തരം കടലുകളിലും അല്ലെങ്കിൽ ഏത് ആഴത്തിലും ഇവരെ കാണാവുന്നതാണ്. സം ഈവൻ ലിവ് ഇൻ ബ്രാക്കിഷ് വാട്ടർ, ചിലത് ബ്രാക്കിഷ് വാട്ടറിലും കാണുന്നുണ്ട്. എംബ്രിയോസ് ഓഫ് സ്പോഞ്ചസ് ആർ ഫ്രീ ലിവിങ് ബട്ട് അഡൾട്ട്സ് ആർ ഓൾവേസ് അറ്റാച്ച്ഡ്. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഓർക്കുക. നമ്മൾ പറഞ്ഞു നേരത്തെ സ്പോഞ്ചസ് എന്ന് പറയുന്നത് സെസൈൽ ആയിട്ടുള്ള മൂവ് ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസംസ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. പക്ഷെ അവരുടെ എംബ്രിയോസ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീ സ്വിമ്മിങ് ആണ്, അത് ഓർക്കുക കേട്ടോ. Adults usually attached to rocks, shells, corals or other submerged objects. വെള്ളത്തിൽ സബ്മേഴ്സ്ഡ് ആയിട്ട് കാണപ്പെടുന്ന റോക്കിലോ ഷെല്ലിലോ കോറൽസിലോ അങ്ങനെ ഉള്ള ഒബ്ജക്ട്സിലാണ് കാണപ്പെടുന്നത്. Some may grow on sand or mud. പക്ഷെ ചിലത് മഡിലും സാൻഡിലും കാണപ്പെടുന്നുണ്ട്. Sponges have only 2 types of body openings. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഒരു സെഷൻ, ഈ ഒരു സ്ലൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ കനാൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഫിൽറ്റർ ഫീഡിംഗ് സിസ്റ്റം പറഞ്ഞില്ലേ, എങ്ങനെയാണ് വെള്ളം ഉള്ളിലേക്ക് കയറുന്നത്, എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കുറച്ച് കൺഫ്യൂസിങ് ആണെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കേട്ടിട്ടുള്ള പേരുകളൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും, എന്നാലും മറന്നു പോവാതിരിക്കാൻ നോക്കുക. ഓക്കെ.
Sponges have two types of body openings. അപ്പോൾ സ്പോഞ്ചസിന് രണ്ട് ടൈപ്പ് ബോഡി ഓപ്പണിങ്സ് ഉണ്ട്. ഏതൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് വൺ ഓസ്റ്റിയ, രണ്ടാമത്തത് ഓസ്കുല അല്ലെങ്കിൽ ഓസ്കുലം. ഓക്കെ അല്ലേ? ഫസ്റ്റ് വൺ ഓസ്റ്റിയ, രണ്ടാമത്തത് ഓസ്കുല അല്ലെങ്കിൽ ഓസ്കുലം. മെനി ടൈനി പോസ് ഫോർ ഇൻകമിങ് വാട്ടർ. എന്തിനു വേണ്ടിയിട്ടാ ഓസ്റ്റിയ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇൻകമിങ് വാട്ടറിന് വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരു എന്താ സ്പോഞ്ച് ഉണ്ടെങ്കിൽ അതിന്റെ വെള്ളം ഉള്ളിലേക്ക് കയറാനായിട്ട് ഉള്ള ഓപ്പണിംഗ് ആണ് ഓസ്റ്റിയ, അല്ലേ? അടുത്തത് ഓസ്കുല അല്ലെങ്കിൽ ഓസ്കുലം. നോക്കിക്കേ, വൺ ഓർ എ ഫ്യൂ ലാർജ് ഓപ്പണിങ്സ് ഫോർ വാട്ടർ ഔട്ട്ലെറ്റ്. അപ്പോ ഒന്നോ അല്ലെങ്കിൽ എ ഫ്യൂ കുറച്ചോ ലാർജ് ഓപ്പണിങ്സ് ഫോർ വാട്ടർ ഔട്ട്ലെറ്റിനെയാണ് നമ്മൾ വാട്ടർ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി ഒരു ഓപ്പണിങ്ങോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓപ്പണിങ്സോ, പക്ഷെ ഓസ്റ്റിയയുടെ അത്രയും ഉണ്ടാവില്ല, വളരെ ഫ്യൂ ആയിരിക്കും, അല്ലെ? അങ്ങനെയുള്ള ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓസ്കുല അല്ലെങ്കിൽ ഓസ്കുലം എന്ന് പറയാം. ഓക്കെ, പുറത്തേക്ക് അല്ലെ, പുറത്തേക്ക് പോകുന്ന മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന വലിയ ഓപ്പണിംഗ് ആണ് ഓസ്കുലം. ഓക്കെ അല്ലേ? സിംഗുലർ ഫോമിലാണ് ഓസ്കുലം, നമ്മള് പ്ലൂറൽ ഫോമിൽ ഓസ്കുല. ഇത് ക്ലിയർ അല്ലേ? ദീസ് ഓപ്പണിങ്സ് ആർ കണക്റ്റഡ് ബൈ എ കനാൽ സിസ്റ്റം. ഈ രണ്ട് ഓപ്പണിങ്ങും, കാരണം വെള്ളം ഇതുവഴി തന്നെ കയറണം, ഇതുവഴി പുറത്തു പോകാൻ പാടില്ല, അല്ലെ? പക്ഷെ വെള്ളം ഓസ്കുലം വഴി തന്നെ പുറത്തു പോകണം, അതുവഴി അകത്തേക്ക് വരാൻ പാടില്ല. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ കനാൽ സിസ്റ്റം ആണ്. അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കനാൽ സിസ്റ്റം ഉണ്ട്. സം കനാൽസ് ആർ ലൈൻഡ് വിത്ത് ക്വാനോസൈറ്റ്സ്. ഈ ചില കനാലുകള് ക്വാനോസൈറ്റ് എന്ന് പറയുന്ന സെല്ലുകൾ, ക്വാനോസൈറ്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ക്വാനോസൈറ്റ് ഏത് ഫൈലത്തിലെ ഏത് ഓർഗാനിസത്തിന് കാണുന്നതാണ് എന്നുള്ളത്. നമുക്കറിയാം ഫൈലം പോറിഫറയില് സ്പോഞ്ചസിൽ കാണുന്നതാണ് ക്വാനോസൈറ്റ്, അല്ലെ? മറക്കരുത് കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ക്വാനോസൈറ്റുകൾ ഈ കനാലിൽ ലൈൻ ചെയ്തിരിക്കും, അല്ലെ? ഫ്ലജെല്ലേറ്റഡ് കോളർ സെൽസിനെയാണ് നമ്മൾ ക്വാനോസൈറ്റ് എന്ന് പറയാം. ഓക്കെ, ഫ്ലജെല്ല ഉണ്ടോ ഒരു സെൽ, അതിന് ഫ്ലജെല്ല ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഞാൻ അത്രയും നന്നായിട്ട് വരയ്ക്കുന്ന ആളൊന്നുമില്ല, അപ്പം മനസ്സിലായല്ലോ അല്ലെ? ഈ ഫ്ലജെല്ലേറ്റഡ് ആയിട്ടുള്ള സെല്ലിനെയാണ് നമ്മൾ ക്വാനോസൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ കോളർ സെൽ, ഫ്ലജെല്ലേറ്റഡ് കോളർ സെൽ, ക്വാനോസൈറ്റ്സ്. മെയിൻറ്റെയിൻ വാട്ടർ ഫ്ലോ ത്രൂ ദ കനാൽസ് യൂസിങ് ദിയർ ഫ്ലജെല്ല. അപ്പൊ അവരുടെ ആ ഫ്ലജെല്ല, ഇതാണ് ഞാൻ ഫ്ലജെല്ല ആയിട്ട് വരച്ചിരിക്കുന്നത്. ഈ ഫ്ലജെല്ല യൂസ് ചെയ്ത് അവർ ആ വാട്ടർ കറന്റ് അല്ലെങ്കിൽ ആ ഒരു വാട്ടർ ഫ്ലോ കനാലിലൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ ഓസ്റ്റിയയിലൂടെ വാട്ടർ ഉള്ളിലേക്ക് വന്നിട്ട് ഓസ്കുലത്തിലൂടെ പുറത്തേക്ക് പോകണം, അല്ലെ? അപ്പൊ അതിനെ ആ ഫ്ലജെല്ല വെച്ച് അകത്തേക്ക് കയറ്റുകയും പുറത്തേക്ക് ഇറക്കുകയും ചെയ്യുന്നത് ഈ ഫ്ലജെല്ല യൂസ് ചെയ്തിട്ടാണ്. ആരാ? ക്വാനോസൈറ്റ്സ്. ട്രാപ്പ് ആൻഡ് ഫാഗോസൈറ്റൈസ് ഫുഡ് പാർട്ടിക്കിൾസ് ക്യാരിഡ് ബൈ വാട്ടർ. അപ്പൊ ആ ക്വാനോസൈറ്റ് ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ വാട്ടർ ഫ്ലോ. രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത് ട്രാപ്പ് ആൻഡ് ഫാഗോസൈറ്റൈസ് ഫുഡ് പാർട്ടിക്കിൾസ്, അല്ലെ? നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസ് ഈ കനാൽ സിസ്റ്റത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ ഈ കനാൽ സിസ്റ്റത്തിന്റെ അറ്റത്തിരിക്കുന്ന ക്വാനോസൈറ്റ് ഇതിലൂടെ വരുന്ന ഫുഡിനെ ഇൻടേക്ക് ചെയ്യണം അല്ലെങ്കിൽ ഫാഗോസൈറ്റ് ചെയ്യണം, അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ക്വാനോസൈറ്റ് ആണ്. അപ്പൊ ക്വാനോസൈറ്റിന്റെ രണ്ട് ജോലികൾ എന്താ? ഒന്ന്, മെയിൻറ്റെയിൻ വാട്ടർ ഫ്ലോ. പിന്നെ എവിടത്തെ വാട്ടർ ഫ്ലോയാ? ത്രൂ ദ കനാൽ, അല്ലെ? രണ്ടാമത്തത് ട്രാപ്പ് ആൻഡ് ഫാഗോസൈറ്റൈസ് ഫുഡ് പാർട്ടിക്കിൾസിനെ ട്രാപ്പ് ചെയ്യുകയും ഫാഗോസൈറ്റ് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യണം. Then water flow path in through dermal ostia, tiny incurrent pores, out through oscula, large outlet opening. നമ്മളത് പറഞ്ഞത് എങ്ങനെയാണ് വാട്ടർ ഫ്ലോയുടെ ആ ഒരു ഡയറക്ഷൻ എന്നാണ് അവർ പറയുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഓസ്റ്റിയ എന്ന് പറയുന്നത് ഡെർമൽ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു സ്കിൻ വരുന്ന പുറം ഭാഗത്താണ് കാണുന്നത്. അതിനകത്തുകൂടി വെള്ളം ഉള്ളിലേക്ക് കയറുന്നു, നേരെ എങ്ങോട്ട് പോകുന്നു? ഓസ്കുലയിലേക്ക് പോകുന്നു.
ഓസ്കുല എന്താ? ഓസ്കുല അല്ലെങ്കിൽ ഓസ്കുല അല്ലെ, പുറത്തേക്ക് പോകുന്ന ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഓസ്കുല അല്ലെങ്കിൽ ഓസ്കുലം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. +2 ലെവലിലൊക്കെ ഇത് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഓർമ്മ കിട്ടണം അല്ലെ, റീഫ്രഷ് ചെയ്ത് എടുക്കണം നിങ്ങൾ. അപ്പൊ അടുത്തതിലേക്ക് പോവാം. Cells lining the canals are loosely organized. അപ്പൊ അതൊന്ന് ഓർക്കുക. ഈ കനാൽ സിസ്റ്റം നമ്മൾ പറഞ്ഞു, ആ ഒരു കനാലിലൂടെ ഫുഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നു. അതിന്റെ അറ്റത്ത് നമ്മുടെ ക്വാനോസൈറ്റ്സ് അല്ലെ, ക്വാനോസൈറ്റ്സ് ഒരുപാട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, ശരിയല്ലേ? അപ്പൊ ഈ സെൽസിന്റെ ലൈനിങ് എന്ന് പറയുന്നത് ഇവിടുത്തെ സെല്ലുകള് ലൂസ്ലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. The skeleton prevents collapse of canals. ഈ കനാൽസിന്റെ കൊളാപ്സ് തടയുന്നത് നമ്മുടെ സ്പിക്യൂൾസ് അല്ലെങ്കിൽ സ്കെൽട്ടൺ ആണ്. Sponges are sessile or almost sessile, so they move very little. ഇപ്പൊ സ്പോഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്, സെസൈൽ ആണ്, എന്താ ഇങ്ങനെ തന്നെ നിൽക്കുന്ന ആളാണ്. ഓൾമോസ്റ്റ് സെസൈൽ ആണ്, സോ ദേ മൂവ് വെരി ലിറ്റിൽ, കുറച്ച് മാത്രമേ അവര് മൂവ് ചെയ്യുന്നുള്ളൂ. As a result, they have no specialized nervous or sensory structure. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്നുകൂടി ഒന്ന് എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ ഇന്ന് നമ്മള് സ്റ്റാർട്ട് ചെയ്തത് ഫൈലം പോറിഫെറ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടോപ്പിക്ക്. ഫൈലം പോറിഫെറയിൽ വരുന്ന മേജർ ഓർഗാനിസത്തിന് നമ്മൾ എന്താ പറയാ? സ്പോഞ്ചസ് എന്നാണ് പറയാ. കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ സ്പോഞ്ചസ് ഏറ്റവും ആദ്യത്തെ പോറിഫെറ എന്ന് പറയുന്ന ഫസ്റ്റ് ലെവൽ ഓഫ് ഫൈലത്തിൽ വരുന്നതാണ്. അപ്പൊ നോക്കിയേ ബാക്കി ഏതൊക്കെയാ ഫൈലം എന്ന് ജസ്റ്റ് ഞാനിവിടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പോറിഫെറ, നിഡേറിയ, പ്ലാറ്റിഹെൽമിന്തസ്, നെമറ്റോഡ, അനിലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെമീറ്റ, കോഡേറ്റ. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് ഇതെല്ലാം പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ പോറിഫെറ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? സിംപ്ലസ്റ്റ് മൾട്ടി സെല്ലുലാർ ആനിമൽസ് ആണ് അവര്. പിന്നെ അസംബ്ലേജ് ഓഫ് സെൽസ് ആണ്. അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഒരു ജെലാറ്റിനസ് മാട്രിക്സിലാണ് ഇവരുടെ സെൽസ് എംബഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ ജെലാറ്റിനസ് മാട്രിക്സ് അല്ലെങ്കിൽ അവരുടെ സെൽസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നീഡ് ലൈക്ക് സ്പിക്യൂൾസ് ആൻഡ് പ്രോട്ടീൻസ് പ്രസന്റ് ആണ്. അതാണ് അവരുടെ സ്കെൽട്ടൺ അല്ലെ. ഇനി ഈ പോറിഫെറ എന്ന് പറയുന്ന പേര് വരാനുള്ള കാരണം അവര് പോറസ് ആണ്, അല്ലെങ്കിൽ പോസ് ഉണ്ട്, അല്ലെങ്കിൽ പോർ ബെയറിംഗ് ആണ് അല്ലെ. പോറസ് മീൻസ് പോർ, ഫെറ മീൻസ് ബെയറിംഗ്. പോർ ബെയറിംഗ് എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ ലാറ്റിൻ വേർഡ്. They have numerous tiny pores and canals അല്ലെ. ഒരുപാട് പോസും കനാൽസും ഉണ്ട്. ഫിൽറ്റർ ഫീഡിംഗ് സിസ്റ്റം ഉണ്ട്. പോസും കനാൽസും ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഫിൽറ്റർ ഫീഡിംഗ് സിസ്റ്റം ഉള്ളത്. അപ്പൊ ഫിൽറ്റർ ഫീഡിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഫിൽറ്റർ ചെയ്ത് ഫീഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് അവരുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്. അത് മോസ്റ്റ്ലി ഇനാക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ സെസൈൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഏതെങ്കിലും സർഫേസിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ദെൻ വാട്ടർ കറന്റ്സ്, ദേ ഡിപ്പെൻഡ് ഓൺ വാട്ടർ കറന്റ്സ്. എന്തിനു വേണ്ടിയിട്ടൊക്കെയാ? ഫുഡും ഓക്സിജനും വേസ്റ്റും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇൻടേക്ക് ചെയ്യാനും എക്സ്പെൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് അവർ ആ വാട്ടർ കറന്റ് യൂസ് ചെയ്യുന്നത്. ദെൻ മാസസ് ഓഫ് സെൽസ് ജെലാറ്റിനസ് മാട്രിക്സിലാണ് എംബഡ് ചെയ്യുന്നത്. പിന്നെ മൈന്യൂട്ട് സ്പിക്യൂൾസ്, ഒന്നെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ സിലിക്ക യൂസ് ചെയ്തിട്ടാണ് ഈ സ്പിക്യൂൾസ് ഉണ്ടാക്കുന്നത്. പിന്നെന്താ പറഞ്ഞേ? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അവര് ഓരോ സെല്ലും ഇൻഡിപെൻഡന്റ് ആയിരിക്കും അല്ലെ. പിന്നെ പറഞ്ഞത് നെർവസ് സിസ്റ്റം ഇല്ല, സെൻസ് ഓർഗൻ ഇല്ല, സിമ്പിൾ കോൺട്രാക്റ്റൈൽ എലമെന്റ്സ് പ്രസന്റ് ആണ്. പിന്നെ 2 മീറ്റർ വരെ ലെങ്ത് വരാം. ഏറ്റവും ചെറുതാണെങ്കിൽ ഫ്യൂ മില്ലിമീറ്റേഴ്സ് വരെ ഉണ്ടാവുള്ളൂ. പിന്നെ അവരുടെ ബോഡിയിൽ കളർ കൊടുക്കുന്ന പിഗ്മെന്റ്സ് ഡെർമൽ സെൽസിൽ ഉണ്ടാവും. പക്ഷെ അവരെ വെള്ളത്തിൽ നിന്ന് എടുത്തു കഴിയുമ്പോഴേക്കും ആ കളർ അങ്ങ് മങ്ങും. പിന്നെ റേഡിയലി സിമെട്രിക്കൽ ആണ് ചില സ്പോഞ്ചസ്, പക്ഷെ മോസ്റ്റ് ഓഫ് ദം ആർ ഇറഗുലർ ഇൻ ഷേപ്പ്. പിന്നെ ഇറക്റ്റ് ആണ്, ചിലത് ബ്രാഞ്ച്ഡ് ഉണ്ട്, ചിലത് ലോബ്ഡ് ഉണ്ട്, ചിലത് എൻക്രസ്റ്റിംഗ് ഉണ്ട്, ലോ ഉണ്ട്, ചിലത് ഹോൾസിൽ ബോർ ചെയ്യുന്നവരുണ്ട്, ഷെൽസിൽ അല്ലെ, ഷെൽസിന്റെ റോക്സിന്റെ ഒക്കെ ഹോൾസിൽ ബോർ ചെയ്ത് പോകുന്നവരുണ്ട്. പിന്നെ ഇതിന്റെ ഡിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു. കാൽക്കേരിയ, ഹെക്സാക്റ്റിനിലിഡ, ഡെമോസ്പോഞ്ചിയ അല്ലെ. കാൽക്കേരിയസ് ആണെങ്കിൽ അതിന്റെ സ്പിക്യൂൾസ് കാൽക്കേരിയസ് ആണെങ്കിൽ കാൽക്കേരിയ, അതുപോലെ സിലിക്കസ് ആണെങ്കിൽ ഹെക്സാക്റ്റിനിലിഡ. ഇനി സിലിക്കസും സ്പോഞ്ചിൻ ഫൈബേഴ്സും കൊണ്ടിട്ടാണെങ്കിൽ അത് ഡെമോസ്പോഞ്ചിയ. ഓക്കെ അല്ലേ? പിന്നെ എന്താ പറഞ്ഞേ? ഇതിന്റെ എംബ്രിയോസ് ഫ്രീ സ്വിമ്മിങ് ആണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് കനാൽ അല്ലെങ്കിൽ ഫിൽറ്റർ ഫീഡിംഗ് സിസ്റ്റം അല്ലെ. 2 ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് പറഞ്ഞു, ഓസ്റ്റിയയും ഓസ്കുലവും പറഞ്ഞു. ഓസ്റ്റിയയിലൂടെയാണ് വാട്ടർ ഇൻടേക്ക് ചെയ്യുന്നത്,
ഓസ്കുലം എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു വലിയ ലാർജ് ഓപ്പണിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് 1-2 ഉണ്ടാവുള്ളൂ ആ ഓപ്പണിംഗ്. അതുവഴിയാണ് വാട്ടർ പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഈ ഒരു കനാൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ചില സെല്ലുകളെയാണ് നമ്മൾ ക്വാനോസൈറ്റ് എന്ന് പറയാം. അവര് ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള കോളർ സെല്ലുകളാണ്. ഓക്കെ അല്ലേ? ദെൻ വാട്ടർ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനും ഫുഡിനെ ഫാഗോസൈറ്റ് ചെയ്യാനും ഒക്കെ ക്വാനോസൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈസി ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഫ്രഷ് ആക്കി എടുത്താൽ മതി, ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ബാക്കി സ്പോഞ്ചസിന്റെ കുറച്ച് കാര്യങ്ങളൂടെ നമുക്കിനി പഠിക്കാനുണ്ട്. അത് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച്.